ഇവിടുത്തെ വിഷയമേ അല്ല പറഞ്ഞത്. നീ ഇവിടെ ക്യാമറ നീ എന്ത് ചെയ്താലും നമ്മൾ 100 ദിവസം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പുറത്തിറങ്ങുമല്ലോ, നിനക്ക് കാണാം എന്താണ് സംസാരിച്ചിരിക്കുന്നതെന്ന്. ഓക്കെ, 100 ദിവസത്തിൽ നിനക്ക് പ്രശ്നം തീർക്കണമെന്നുണ്ടെങ്കിൽ യു ഫൈറ്റ് ലൈക്ക്. നീ ഇപ്പൊ കേൾക്കാത്ത കാര്യങ്ങൾ നീ എന്തിനാണ് ഇങ്ങനെ വെച്ച് ഫൈറ്റ് ചെയ്യുന്നത്? വല്ലവരും പറയുന്നത് കേട്ട് നീ ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് ഇന്നലെ രാത്രി ഓടി വന്ന് ഇവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ നീ അറിഞ്ഞ കാര്യങ്ങൾ നിനക്ക് അറിയാവുന്ന കാര്യം ചെവിയിൽ കേൾക്കുന്ന കാര്യത്തിൽ റിയാക്ട് ചെയ്യ്. അല്ലാതെ വല്ലവരും പറയുന്ന കേട്ട് റിയാക്ട് ചെയ്യാൻ ഇവിടെയുള്ളവർ പറയുന്ന കേട്ടല്ല. അവർക്ക് 8 ദിവസം കഴിഞ്ഞിട്ടുള്ള റിയാക്ഷൻ ആണോ നിനക്ക് 8ാമത്തെ ദിവസം വരുന്നത്? എനിക്ക് ഞാൻ ഇന്നലെ കേട്ടത്. ഇന്നലെ കേട്ടത് അപ്പൊ ശരിയാണോ അല്ലയോ ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ടാണ് ഞാൻ വന്നത്. എന്ത് ചിന്തിച്ചോന്ന്? 8 ദിവസം കഴിഞ്ഞപ്പോഴാണ് തനിക്കറിയത് ന്യായമല്ല. ഞാൻ കേട്ട കാര്യം നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടോ? അവള് കൂളായിട്ട് നല്ല രീതിയിൽ എടാ ഇപ്പോഴും സെറീന പറയുന്നത് നല്ല രീതിയിൽ തന്നെയാണ് പറഞ്ഞതെന്നാണ്. അല്ല സെറീന കുറച്ചു മുമ്പ് അതല്ലേ പറഞ്ഞത്? ആണോ? ഞാൻ ചോദിച്ചത് ഞാന് നിങ്ങളിൽ ഒരാള് എക്സെപ്റ്റ് ബോത്ത് ഓഫ് ദം ഒരാളെങ്കിലും എന്നോട് പറയണം ഇന്നലെ പ്രശ്നം തുടങ്ങിയപ്പോ തൊട്ട് ഇന്നേ നിമിഷം വരെ ഞാൻ ഈ മനുഷ്യൻ പറഞ്ഞ പെർസ്പെക്ടീവിനെ ഡിസ്റെസ്പെക്ട് ചെയ്തോ ഓർ റിയാക്ട് ചെയ്യാണ്ട് പറ. ഞാൻ ഈ മനുഷ്യനെ തള്ളി പറഞ്ഞോ? ഇല്ല. അവൾ ഇപ്പോഴും പറയുന്നത് ആ ഒരു അതിന്റെ അത് മനസ്സിലാക്കാനുള്ള ഞാൻ തിരിച്ചറിയുന്നു. അറിഞ്ഞുകൊണ്ടാണ് ഇപ്പൊ സംസാരിക്കണേ. തനിക്കൊന്നും പറയാനില്ല. താൻ ഓൾറെഡി പണി കൊടുത്തല്ലോ. ഇനി ഇങ്ങനെ മിണ്ടാണ്ടിരുന്നാ മതിയല്ലോ. എല്ലാം കഴിഞ്ഞിട്ട് നിനക്ക് ആ ചെയ്യുന്നത് ഭയങ്കര മോശമാണെങ്കിൽ എനിക്ക് മോശമല്ല. താൻ മോശമാക്കി പറഞ്ഞ് വേറെ രീതി കൂടെ വിടാൻ മിഥുൻ ചേട്ടനെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിനകത്ത് മിഥുൻ ചേട്ടൻ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളായോണ്ട് മിഥുൻ ചേട്ടനെ റിയാക്ട് ചെയ്യാം. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ മിഥുൻ ചേട്ടൻ എനിക്കറിയാലോ. ഞാൻ ഇവിടെ അഭിനയമാണ് കാഴ്ചവെച്ചത്. ഞാൻ അഭിനയമാണ് കാഴ്ചവെച്ചത്. ദേവുവിനെ കുറിച്ച് എന്തായിരുന്നു അഭിപ്രായം? അത് ഞാനിവിടെ പറയില്ല. പറ. നെഗറ്റീവോ പോസിറ്റീവോ? എന്നോട് പറഞ്ഞത് പറ. നെഗറ്റീവോ പോസിറ്റീവോ? ഓൾറെഡി അഭിപ്രായം പുറത്തു ആയിരുന്നു. അഞ്ജൂസിനെ കുറിച്ച് രജിത്തേട്ടൻ പറഞ്ഞ അഭിപ്രായം എന്താ? രജിത്തേട്ടനല്ലേ പറഞ്ഞ? ഞാൻ അറിയില്ല. കേട്ടില്ല. എനിക്കറിയാം. ശ്രുതിയെ കുറിച്ച് പറഞ്ഞത് എനിക്കറിയാം. ആ ഒരൊറ്റ ചിന്തയില് ഇവിടെ നടക്കുന്നത് നമുക്കേ അറിയത്തുള്ളൂ. 24 hours നടക്കുന്നത് നമുക്കേ അറിയത്തുള്ളൂ. 1 hour പോകുന്ന ഓരോ കട്ട്സും ഏതൊക്കെ രീതിയിൽ ആൾക്കാർ വ്യാഖ്യാനിക്കുമെന്ന് ഒരു ഒറ്റ ചിന്ത. പല ആൾക്കാരും പല രീതിയിൽപ്പെട്ടവരാ. മിഥുൻ എന്താണെന്ന് എനിക്ക് വളരെ ഭംഗി അതേ പറയാൻ പറ്റും. എനിക്ക് അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ പെയിൻ. അത് തന്നെയാണ് ഞാൻ എന്തിന് ഇവളോട് അത് പോയി പറഞ്ഞു എന്നുള്ളത്. ഇപ്പോഴും ഞാൻ രീതിക്ക് പറഞ്ഞു കൊടുത്തു. അവളത് അതേ രീതിക്ക് എടുത്തു. അതുകൊണ്ടാണല്ലോ അവൾ ഇത്രയും ദിവസം പറയാതെ ഇന്നലെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോ പറഞ്ഞത്. ഇല്ല, നിങ്ങൾ പറഞ്ഞത് റോങ് സെൻസിലാണെന്നുണ്ടെങ്കിൽ ആ മൊമെന്റ് തന്നെ പറയാൻ വേണമെങ്കിൽ വലിയ രീതിയിലും ഒരു പ്രശ്നം അത് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതിന്റെ കഴിഞ്ഞ ദിവസം ഇവളോട് പറഞ്ഞു വന്ന് മസാജ് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഈ സ്റ്റീരിയോ ടൈപ്പ് സംഭവം ഞാനും മിഥുൻ ചേട്ടൻ തമ്മിലാണെങ്കിൽ വൈ നോട്ട് ഇവളുടെ അടുത്ത് എന്താ ഞാൻ പറഞ്ഞു. ഞാൻ അഖിലേട്ടനോട് പറഞ്ഞു എന്തുകൊണ്ട് ഷീൽ ചേട്ടൻ എന്താ മസാജ് ചെയ്തത്? എന്തിനാ നാദറെ തന്നെ വിളിക്കണം? ഞാൻ ഷീൽ ചേട്ടനെ നിങ്ങൾ 3 പേരും അവിടെ നിന്നപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഞാൻ ഇന്നലെ ഷീൽ ചേട്ടൻ അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ്. 3 പേരും അവിടെ നിന്നപ്പോൾ അഖിലേട്ടൻ പറഞ്ഞു ഇവൾക്ക് മസാജ് തരാൻ. അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാണ് നാദർ ഉടനെ സാഗരേട്ടന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് വന്ന് പറഞ്ഞ ഞാൻ പിന്നെ ചെയ്തു തരാന്ന്. അപ്പൊ ഞാൻ അഖിലേട്ടന് പറഞ്ഞു എന്തിനാ നാദറ ഷീൽ ചേട്ടനെ വിളിക്ക്. ആ ഒരു സംഭവമാണ് ഷീച്ചേട്ടനെ വിളിക്കാം. അപ്പൊ ഷീച്ചേട്ടൻ പച്ചക്കള്ളം ഷീച്ചേട്ടൻ ഇന്നലെ അക്സെപ്റ്റ് ചെയ്താണ്.
എന്റെ കയ്യിൽ ഷീജ ഇതിൽ accept ചെയ്ത കാര്യമാണ്. ഈ കാര്യം ഇവിടെ മുതലാണ് എനിക്ക് ഷീജ സജിനെ ഈ ഇവിടെ മുതലാണ് accept ചെയ്ത കാര്യമാണ്. എന്റെ കയ്യിൽ ഷീജ ഇന്നലെ accept ചെയ്ത കാര്യമാണ്. എന്റെ കയ്യിൽ accept ചെയ്ത കാര്യമാണ്. എനിക്ക് മസാജ് കൊടുക്കാൻ പറ്റില്ല. അല്ലാതെ ഈ മാതിരി അയാളോട് അയാളോട് പരിപാടി ഉണ്ടല്ലോ എല്ലായിടത്തും എടുക്കണത്. എന്തിനും മിണ്ടാണ്ടിരിക്കണം നമ്മള്. കേൾക്കണ്ട. ഇനിയെങ്കിലും മിണ്ടണോ? മനസ്സിലായോ? എനിക്ക് തോന്നുമ്പോ ഞാൻ മിണ്ടാം. താൻ പറയണ്ട. മനസ്സിലായോ? താൻ സെറീന, ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് ഷിജി ചേട്ടനോട് ഇവിടെ എന്ത് പറഞ്ഞു ഇല്ലെന്നുള്ളതല്ല. അവിടെ ഞാൻ ഷീജേട്ടന് ചെവി പോയിട്ട് ഷീജേട്ടാ മസാജ് കൊടുക്കാനല്ല പറഞ്ഞത്. അവിടെ ഓപ്പൺ സ്പേസിലെ സ്ലാബിന്റെ ഫ്രണ്ടിൽ ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾ മുന്നേറി നിൽക്കുമ്പോ ഞാനാണ് പറഞ്ഞത് അഖിലേട്ടാ വൈ നോട്ട് ഷീജേട്ടനെ ഒരു സ്റ്റാർട്ടിങ്ങും ഇല്ല മസാജ് ഇവിടെ. കിച്ചൺ കിച്ചണിലാണ് ഞാൻ ഇൻസൈഡ് ദ സ്ലാബ് ഞാൻ കിച്ചണിനകത്തെ സ്ലാബിൽ ഒരു കാര്യം പറയുമ്പോ സീരിയസ് ആയിട്ട് അത് കഴിഞ്ഞ് കോമഡി ആക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അത് ഫസ്റ്റ് നിർത്തിക്കോ. നിങ്ങൾ കാര്യം മനസ്സിലാക്കിക്കോ. ഇയാള് ഒരു കാര്യം പിന്നൊരു പ്രശ്നം വരും. കോമഡി വിഷയം എന്ന് പറഞ്ഞോട്ടെ, ഞങ്ങളുടെ വിഷയം എന്ന് പറഞ്ഞോട്ടെ. ഞാൻ അവിടെ കിച്ചണിൽ ചിരിച്ചിരുന്നോ? ഞാൻ കിച്ചണിൽ ഇരുന്ന് അറിഞ്ഞോണ്ടിരിക്കുന്നു. അവളെന്ത് ചെയ്യണം? ഞാൻ ചിരിച്ചിരിക്കാണ്. കാരണം അത് ഉള്ളതാ. ഈ വിഷയം ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്? സെറീന ഒരു മിനിറ്റ് സെറീന, നീ പറഞ്ഞ വിഷയം ഞാൻ പറയാം. മനസ്സിലാവില്ല. കിച്ചണിൽ ഞാൻ ഒരു സെക്കൻഡ് നിങ്ങൾ കേട്ടോണ്ടിരിക്കും. കിച്ചണിൽ ഞാൻ സാഗർ അപ്പുറത്തിരിക്കുന്നു. നാദര വന്നിട്ട് എന്റെ ഷോൾഡറിൽ പിടിക്കുന്നു. അപ്പൊ സാഗറിനെ നോക്കിക്കൊണ്ട് നാദര പറഞ്ഞു അഖിലേട്ടനെ മസാജ് ചെയ്ത് കൊടുക്കുമെന്ന് എന്തോ പറയുന്നു. അപ്പൊ ഞാൻ പറയാം എന്നാ മസാജ് ചെയ്യടി. ഞാൻ കിച്ചണിൽ അരിഞ്ഞോണ്ടിരിക്കുന്നു. ഞാൻ സ്വാഭാവികമായ തമാശ രൂപയാണ് ആ മസാജ് അരിഞ്ഞോണ്ടിരിക്കുമ്പോൾ പറയുന്നു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നാദര ആനന്ദ എനിക്ക് അഖിലേട്ടനെ മസാജ് ചെയ്ത് കൊടുത്താ ഇവിടെ അന്നേരം ഷീച്ചോണ്ട് എന്തോ പറയുന്നു. ഇത് എന്തോ ഒന്നും എനിക്ക് വ്യക്തമല്ല. അപ്പൊ ഇവള് പറഞ്ഞു നാദര അല്ല അതാ പറഞ്ഞ മസാജ് ചെയ്ത് കൊടുക്കുക എന്തോ. അപ്പൊ നാദര പറയുന്നു ഞാൻ എന്താ അഖിലേട്ടന് മസാജ് ചെയ്ത് കൊടുത്താൽ എന്ന് നാദര പറയുന്നു. അപ്പൊ എന്നിട്ട് ഇവിടെ എന്റെ അടുത്ത പറഞ്ഞു ഞാൻ തായ്ലൻഡിൽ എന്നെ മസാജ് ചെയ്യാൻ വിളിച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പുറത്തു വരുന്നു. ബ്ലൈൻഡ്സ് ഇടാൻ വേണ്ടി ഞാൻ ഇവിടെ ഇല്ല ഇവള് അവിടെ മസാജിങ് ഞാൻ ഇവിടെ തുടങ്ങി നിർത്തിപ്പോ ഇവരൊക്കെ വിശ്വസിക്കുന്നത് ഞാൻ ഈ വിഷയം ഒന്ന് ഇവരടുത്ത് പറഞ്ഞോട്ടെ. അതെ അതാണ് ഇതൊക്കെ ഞാനിവിടെ ഉണ്ട്. ഞാൻ രാവിലെ കിച്ചണിൽ അരിയുമ്പോഴാണ് ഇവൾ ഈ പറയുന്ന വിഷയം. അവിടെ ഒരു മസാല അപ്പൊ ഇവളെന്റെ അടുത്ത് പറയുന്നുണ്ട് പിന്നെ മസാജ് ചെയ്ത് തരാം. നാദര എന്നോട് പറയുന്നു രാവിലെ ഈ വിഷയം കഴിഞ്ഞു പിന്നെ മസാജ് ചെയ്ത് തരാം. നാദര എന്റെ അടുത്ത് വന്നിരുന്നു. ഇരുന്നപ്പോ ഞാൻ പറഞ്ഞു എടി എനിക്ക് ഷോൾഡറിൽ നല്ല വേദന നീ മസാജ് ചെയ്ത് തരാന്ന് പറഞ്ഞല്ലേ മസാജ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ നാദര പറഞ്ഞു എനിക്ക് അവിടെ ഇരുന്നിട്ട് ആ മൂലയ്ക്ക് ഇരുന്നിട്ട് കംഫർട്ടബിൾ അല്ല. അവനെ കംഫർട്ടബിൾ അല്ല ഇങ്ങനെ പുറത്ത് കയറി ഇരുന്നോട്ടെന്ന് ചോദിച്ചു. പുറത്ത് കയറി ഇരുന്നു എന്ന് പറഞ്ഞു. ഇത് ഞാൻ എന്റെ സുഖത്തിന് എല്ലാ 60 ദിവസമായിട്ട് ഓരോ പെണ്ണുങ്ങളെ മടി തല വെച്ച് കൊടുക്കുന്ന രീതിയിലല്ല. എനിക്ക്
ഇവരെ താരതമ്യം ചെയ്ത് നീ എല്ലാവരുടെ അടുത്തും കൊണ്ട് തലവെക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. അങ്ങനല്ല. നീ എനിക്ക് മസാജ് നീ എന്തൊക്കെയാ പറയുന്നത് മനസ്സിലായി. നീ എനിക്കറിയില്ല. എനിക്ക് എന്താണ് ഒരുത്തനെ എല്ലാവർക്കും അറിയാണോ എന്താണ് പോലും ഒരു ഒന്നാമത്തെ പ്രശ്നം. പക്ഷേ മനസ്സിലാവാത്ത പോലെ ആനെ കണ്ടാണ് സംസാരിക്കുന്നത്. ഇവളിപ്പോഴും വിചാരിച്ചിരിക്കുന്നത് മറ്റേ എന്തോ കിച്ചണിനകത്ത് വെച്ചിട്ട് നാദർ എനിക്ക് മസാജ് ചെയ്തതാണ് ഇവൻ കണ്ടതെന്ന്. അല്ല, ഇവിടെ കിടന്നുള്ള വിഷയമാണ്. അത് ഉച്ചയ്ക്ക് ശേഷമുള്ള വിഷയമാണ്. ബ്ലൈൻഡ്സ് ഇട്ട് പുറത്ത് കിടന്നപ്പോ എന്നിട്ട് ഇവിടെ താരതമ്യപ്പെടുത്തി. എന്നിട്ട് നിനക്ക് എന്റെ ഡബിൾ സ്റ്റാൻഡ് അപ്പം എന്ന് പറയാമല്ലോ. നീ എന്താ ഇത് പറയാഞ്ഞത്? ഈ ബിഗ് ബോസ് എന്താ ബിഗ് ബോസ് ഹൗസിൽ ആൾക്കാരോട് പറയാഞ്ഞത്? നിനക്ക് എന്തുകൊണ്ട് പറഞ്ഞു? ഞാൻ അഖിൽമാരാര് 2 ദിവസം അല്ല ഒന്നും കേൾക്കാണല്ലോ. കേട്ടട്ടാ മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പോലെ ഞാൻ 4 ദിവസമായിട്ട് ഫിസിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്കൊരാൾ മസാജ് ചെയ്ത് എനിക്കറിയില്ല. ഞാനൊരു നേരം പോക്കിന് വേണ്ടിയിട്ട് ഒരാൾക്ക് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. റിനോഷ് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. ആര് പറഞ്ഞു കൊടുക്കണ്ടെന്ന്? അല്ല, ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഞാൻ അത് തന്നെ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഫിസിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് ഒരാൾ മസാജ് ചെയ്ത് തരുന്നതും ഇതിനൊരു നേരം പോക്കിന് പോയി ഇരുന്ന് കൊടുക്കുന്നതും വ്യത്യാസമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലാക്കിയോ? എല്ലായിടത്തും ഈ എന്റെ അടുത്ത് പോയി മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനെന്താ എനിക്ക് അഖിലിനെ ചെയ്തും റിഗ്രറ്റ് ഇല്ല. ഇവിടെ ബിഗ് ബോസിനകത്ത് ഒരു ടിസ്റ്റും ഇല്ല. ഇവിടെ ബിഗ് ബോസിനകത്ത് നമ്മുടെ കാഴ്ചപ്പാട് ഇപ്പൊ നീയും പുതിയൊരു വിഷയം എന്ന് പറഞ്ഞു. അപ്പൊ നീ ചോദിച്ചില്ലേ എന്താ ഒരു വിഷയം അങ്ങനെ കിടന്നു? അത് പുറത്ത് നെഗറ്റീവ് ആയതുകൊണ്ടല്ലേ ചോദിച്ചത്? പുറത്ത് നെഗറ്റീവ് ആയതുകൊണ്ടല്ല, അയാളുടെ ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങൾ അങ്ങനെ കിടന്നാൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? അയാളെയാണ് ഞാൻ ചോദിച്ചത്. പുറത്ത് എന്തു ആയിക്കോട്ടെ, എനിക്കത് വിഷയമല്ല. പുറത്തെ ആൾക്കാർ എന്തു ആയിക്കോട്ടെ, എനിക്കത് വിഷയമല്ല. നിങ്ങൾ ലോകത്തെ മുഴുവൻ മാറ്റി മാറ്റാൻ ശ്രമിക്കും. നമ്മളിലൂടെ ഞാൻ സമൂഹത്തെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. മാറാൻ അനുവദിക്കൂല. അത് കുറച്ചു തുണി പൊക്കി കാണിച്ചപ്പോ കണ്ടു. റെസ്പെക്റ്റും ബഹുമാനവും എല്ലാം ഞങ്ങൾ കണ്ടു. ഇപ്പൊ ഇക്കൊക്കെ എനർജിയല്ലേ? എനർജി 4 ദിവസം കഴിയുമ്പോൾ തളരും. പുറത്താ പോയെങ്കിൽ ഞാൻ ഈ ആഴ്ച ഞാൻ പെട്ടി റെഡിയാട്ടോ. ഞാൻ ഈ തലച്ചൊറിഞ്ഞന്റെ പേരിൽ ഞാൻ പോകാൻ റെഡിയാണ് കേട്ടോ. അതിനൊന്നും നോക്കണ്ടേ, അതിലൊക്കെ നമ്മളെന്തിരിക്കണ്. പക്ഷെ കുരുട്ടിൽ പെടാണ്ട് നോക്കിക്കോ എല്ലാവരും. എനിക്ക് അത്ര പറയാനുള്ളൂ. എക്കത്തിനും കിട്ടും. ഒരു വിഷയം പറഞ്ഞ് അടുത്ത വിഷയം പറഞ്ഞ് ഒരു വിഷയവും പറഞ്ഞില്ല സെറീന. ഞാൻ അവളോട് പറഞ്ഞു ഡിസ്കഷനിൽ മാത്രമേ റിയാക്ട് ചെയ്തു. ഞാൻ അന്നേരം എനിക്ക് മസാജ് ചെയ്ത് തന്നു പിന്നെ തന്നു. അല്ല അന്നേരം ആ സമയത്ത് നീ ചെറുതായിട്ട് പിടിച്ചു. ആരെ ചോദിച്ചപ്പോ ഞാൻ എന്താ മസാജ് ചെയ്തത് ഞാൻ പിടിച്ചു. പിന്നെ അത്രേ ഉള്ളൂ. വേറെ മസാജ് ചെയ്തിട്ടില്ല. ആ വിഷയമല്ലല്ലോ ഇപ്പം വന്ന് പറഞ്ഞത്. എനിക്ക് ഞാൻ ഇത്രയും നിമിഷമായിരുന്നു ഇവിടെ കാണുന്നത്. ദാറ്റ് വാസ് ജസ്റ്റ് ഡബിൾ സ്റ്റാൻഡ് എന്ന് മാത്രമേ ഞാൻ ഡബിൾ സ്റ്റാൻഡ് ആണെന്ന് പ്രശ്നം തീർന്നില്ലേ? അല്ല, നിങ്ങൾക്ക് അവിടെ കെയർ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ കെയർ ഇല്ല. അതിനെ കുറിച്ച് പ്രേക്ഷകർ എന്ത് ചിന്തിക്കുന്ന പ്രശ്നമില്ല. സെറീനെ കുറിച്ച് പ്രേക്ഷകർ എന്ത് ചിന്തിക്കുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചു. അവളോട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും വലിയൊരു മഹാപരാധമായിരുന്നു. ഞാനൊരു പക്ഷേ അവളോട് പറഞ്ഞത് അവൾക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് ആള് മാറിപ്പോയി. പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നിസ്സാരപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് ടെൻഷൻ അടിച്ചവരായി ഇവര്. നീ എന്തിനാണ് രജത് കുമാർ അഭിമാനത്തോടെ പറയുന്നത്? ഞാൻ അയാളുടെ സദാചാര ബോധത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. ഞാൻ ടെൻഷൻ ഉണ്ടാവുള്ളത് എന്ത് ഉണ്ട്? അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ അവളോട് പറഞ്ഞിരുന്നു എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സ്മോക്കിംഗ് റൂമിൽ വെച്ചിട്ട് സ്മോക്കിംഗ് റൂമിൽ വെച്ചിട്ട് ഇയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ശ്രുതി എന്ന് പറയുന്ന മത്സരാർത്ഥി 75 ദിവസം വരെ ഇതിനുള്ളിൽ പോവില്ല. കാരണം അതിന് വേണ്ട ലവ് സ്ട്രാറ്റജി ശ്രുതി ഹൗസിൽ ഇട്ട് കഴിഞ്ഞു. അവനോട് ഞാൻ പറഞ്ഞ
അവനോട് പോയി പറയാൻ രണ്ടുപേരും ഇങ്ങനെ ഞാൻ അടുത്തിരിക്കുന്നു. പറഞ്ഞിട്ടില്ല ലവ് സ്ട്രാറ്റജി ആണോ? പറഞ്ഞറിയോ അത് ലവ് സ്ട്രാറ്റജി ആണോ? തന്റെ മക്കളെ പിടിച്ച് സത്യം എന്താ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. ലവ് സ്ട്രാറ്റജി തന്നെയല്ലേ ലവ് പറഞ്ഞത്. സ്റ്റൈൽ യൂസ് ചെയ്യുന്നത് താനോട് എന്ന് പറഞ്ഞു. മനസ്സിലായോ? പക്ഷേ അത് തന്നെ അവനോടും പറഞ്ഞത്. മനസ്സിലായോ? അത് ഒരു കാര്യം തന്നെ അവനോടും പറഞ്ഞത്. പക്ഷെ താൻ കളിക്കുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് അതെന്തോ ആയിക്കോട്ടെ ഇതിനെ ഞാൻ നിന്നോട് ഒരു കാര്യം നേരെ പറയണം. താനിത് ഒരാളോടും പറയരുത്, മറ്റേ ആളോട് പറയരുത്, ഓരോരുത്തരോട് അതെ ലവ് സ്ട്രാറ്റജി രണ്ട് വ്യക്തികൾ തമ്മിൽ അവള് ഓപ്പൺ ആക്കി പറഞ്ഞതിന് ശേഷം പ്രണയമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവർ ആ വ്യക്തി പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമുണ്ടോ? ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതിനർത്ഥമുണ്ടോ? ശ്രുതി തന്നെ വന്നിരുന്നു. പ്രണയമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലാത്ത ഞങ്ങളോട് പറഞ്ഞ കാര്യം ശ്രുതി തന്നെ കരയും ചെയ്തവള് ശ്രുതി തന്നെ ഞാനത് മാറ്റി. എന്നെ ഒരാൾ യൂസ് ചെയ്യണം എനിക്ക് മനസ്സിലാവുന്ന പറഞ്ഞിട്ട് ഞാൻ എല്ലാവരും മുന്നിൽ ഇരുന്ന് ലാലേട്ടന്റെ മുന്നിൽ വരെ പറഞ്ഞു. അത് ഞാൻ ഇതിനെ